ചെറുതിനും വലുതിനും എല്ലാം കേരള PSCയുടെ നെഞ്ചത്ത് കയറാൻ നടക്കുന്ന മാതൃഭൂമി മനോരാധികൾ ഒന്നും അറിഞ്ഞതായി പോലും ഭാവിക്കുന്നില്ല. കേരളത്തിലെ ഒരു LP സ്കൂൾ ചോദ്യപേപ്പർ എങ്ങാനും മാറിപ്പോയിരുന്നെങ്കിൽ കേരളം എടുത്ത് തിരിച്ച് തമിഴ്നാട്ടിൽ കൊണ്ടുവയ്ക്കുന്ന രീതിയിലുള്ള ബഹളം കേരളത്തിലെ മാപ്ര കൂട്ടം കാണിച്ചേനെ. ഇതിപ്പോ എന്ത് ചെയ്യാം? കേന്ദ്ര സർക്കാരിന്റെ കുഴപ്പമായിപ്പോയി. അത് കണ്ട് മിണ്ടാതെ പഴം വിഴുങ്ങിയതുപോലെ ഇരിക്കുകയാണ് മാധ്യമങ്ങൾ. കേരളത്തിലെ 9 ലക്ഷം കുട്ടികളാണ് നീറ്റ് എക്സാം എഴുതിയത്. അത്യാവശ്യം റാങ്ക് കിട്ടും എന്ന് കരുതിയവരൊക്കെ റിസൾട്ട് വന്നപ്പോൾ മാനസികമായി തകർന്നിരിക്കുകയാണ്. നല്ല റാങ്ക് പ്രതീക്ഷിച്ചവർക്കൊക്കെ പണി കിട്ടി. ഇത്രയധികം മലയാളി വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമായിട്ട് പോലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം, അതുപോലെ കോടതി പറഞ്ഞ നിരീക്ഷണങ്ങളുടെ സ്ക്രോൾ എന്നിവയല്ലാതെ ഒന്നും കേരളത്തിലെ മാധ്യമങ്ങൾ കാണിച്ചിട്ടില്ല. കേരളത്തിൽ എന്തുണ്ടായാലും വാതോരാതെ കുരയ്ക്കുന്ന ഇൻഫ്ലുവൻസർമാർ എന്ന വിഭാഗം മിണ്ടുന്നേയില്ല. എല്ലാവരും വായു അടച്ച് പഞ്ചപുറ്റം അടക്കിയിരിക്കുന്നു. ആർക്കും ധാർമ്മിക രക്ഷ കൊള്ളണ്ട. വല്ല സഞ്ജു ടെക്കിയുടെ ലൈസൻസ് റദ്ദാക്കട്ടെ, എന്നാലേ യവന്മാരെയൊക്കെ വാ അനങ്ങത്തുള്ളൂ.